അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. വർഷങ്ങൾക്ക് മുമ്പ് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ വായിച്ച ഒരു കഥയുടെ അവസാനം ഇങ്ങനെയായിരുന്നു: ഒരു കുഞ്ഞു പാറ്റക്കും ലോകത്ത് വിപ്ലവങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. ഈ ഒരു വാക്യം വായിച്ചു നിന്നുകൊണ്ടാവണം പുതിയ കാലത്തെ പാറ്റാ പാർട്ടികൾക്ക് അതിലൂടെ സമൂഹത്തിലുണ്ടാകുന്ന പുതിയ മാനങ്ങളെപ്പറ്റി, അവർ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയത്തെപ്പറ്റി നമ്മൾ സംസാരിക്കൽ അനിവാര്യമാണ്. ഏറ്റവും പ്രധാനമായിട്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ സാമൂഹികവും സാംസ്കാരികവുമായ മാനങ്ങളെ എങ്ങനെയാണ് ഈ പാറ്റാ പാർട്ടികളിലൂടെ മാറ്റങ്ങൾ ഉണ്ടാവുക എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പാറ്റാ പാർട്ടികളുടെ സമരങ്ങൾ എങ്ങനെയാണ് രൂപപ്പെട്ടത് എന്നത് വലിയൊരു ചോദ്യചിഹ്നമാണ്. നമ്മുടെ പ്രതിപക്ഷത്തിൻ്റെ പരാജയവും ഭരണകൂടത്തിൻ്റെ അനാസ്ഥയുമാണ് ഇവിടെ ഒരു പാറ്റാ പാർട്ടിക്ക് രൂപം കൊള്ളാനുള്ള കാരണമായത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള സൂര്യകാന്ത് ഇന്ത്യയിലെ യുവാക്കൾ മടിയന്മാരാണെന്ന് പറയുകയും ഇതിലൂടെ അവരെ പാർട്ടികൾ എന്ന് വിശേഷിപ്പിക്കുകയും ഇതിലൂടെ ഒരു പാറ്റാ പാർട്ടി രൂപം കൊള്ളുകയും ചെയ്തു എന്നതിലപ്പുറത്തേക്ക് നമ്മുടെ പ്രതിപക്ഷത്തിൻ്റെ പരാജയമാണ് നമുക്കിതിലൂടെ കാണാൻ സാധിക്കുന്നത്. കോക്കോ ജനതാ പാർട്ടിയുടെ രൂപം കൊള്ളലിന് ശേഷം ഏകദേശം 2 ലക്ഷത്തിലധികം ആളുകളാണ് അതിൽ ഒപ്പുചേർത്തിരുന്നത്. അവരുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകൾക്ക് ഏകദേശം 2.23 കോടിയുടെ ആളുകളാണ് അവരെ പിന്തുടരുന്നത്. ഇൻസ്റ്റഗ്രാമുകളിലൊക്കെയും നിറഞ്ഞ തരംഗമായിട്ടുള്ള എല്ലാവിധ അക്കൗണ്ടുകളെയും മറികടന്നുകൊണ്ട് ഒരു പൊളിറ്റിക്കൽ മൂവ്മെന്റ് നടക്കുമ്പോൾ ഇന്ത്യയിലെ പഴയകാല മൂവ്മെന്റുകളെ കുറിച്ച് നാം ഓർക്കേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള യുവാക്കളുടെ സമീപനങ്ങളെ പ്രതീക്ഷയോടുകൂടിയാണ് നമുക്ക് കാണാനാവുക. നമുക്കെല്ലാവർക്കും അറിയാം, 2024 ചിലിയിൽ വെച്ച സമരം വളരെ പ്രധാനമായിരുന്നു. കെനിയയിലും സമരങ്ങൾ നടന്നിട്ടുണ്ട്. ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥയുടെ കാലത്ത് ആ പ്രമേയത്തിൽ ഉള്ളത് തെറ്റാണെന്ന് വിരൽ ചൂണ്ടി പറഞ്ഞ വിദ്യാർത്ഥി സമൂഹം നമുക്കുണ്ടായി. അതുകൊണ്ട് തന്നെ പുതിയ കാലത്തെ ഇവരുടെ രംഗപ്രവേശനം വളരെ പ്രധാനപ്പെട്ട ഒരു പൊളിറ്റിക്കൽ മൂവ്മെന്റ് ആയിട്ട് നമ്മൾ കാണുക എന്നപ്പുറത്തേക്ക് നമ്മുടെ ജനാധിപത്യത്തെ, നമ്മുടെ ഫെഡറൽ സംവിധാനങ്ങളെ സൂക്ഷിക്കാനുള്ള, കാത്തു നിൽക്കാനുള്ള വലിയൊരു ലക്ഷണമായിട്ടാണ് നമുക്ക് കാണാനാവുക. ആഗോളതലത്തിൽ ജനാധിപത്യത്തെക്കുറിച്ച് സ്വീഡനിലെ ബിഡം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ, പീസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ റിപ്പോർട്ടുകൾ പ്രകാരം അവർ ഇന്ത്യയെ വിശേഷിപ്പിക്കുന്നത് ഒരു ഇലക്ട്രൽ ഓട്ടോക്രസി ആയിട്ടാണ്. ഇന്ത്യയിലെ ചോദ്യം ചോദിക്കാനുള്ള അവകാശങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ നമ്മെ തെളിയിക്കുന്നത്. ഈ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനമാണ് നമ്മൾ ജന്തർ മന്ദിറിലും JNUവിലും മുമ്പ് ജാമ്യ മില്ലയിലൊക്കെയും കണ്ടത്. ഇത്തരത്തിൽ വിദ്യാർത്ഥി സമരങ്ങളിലൂടെ ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടാകുന്നുണ്ട്. ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഒരുമിച്ച് കൂടിയ ജന്തർ മന്ദിറിലെ ഒരു പ്ലക്കാർഡ്, അവിടെയുള്ള സമരത്തിലെ പ്ലക്കാർഡ് പ്രധാനമായിട്ടും ഉന്നയിക്കുന്നത് ഇത്തരമൊരു കാര്യമാണ്. പാട്ടുകൾ ഒരു പക്ഷേ ജീവിതം തുലക്കുമെന്ന് ഞങ്ങൾ പറയുന്നില്ല, പക്ഷേ BJP അതാണ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. പ്രിയരെ, പ്രശസ്ത ജർമ്മൻ തത്വചിന്തകനായിട്ടുള്ള യൂഗൻ ഹോബർമസിൻ മുന്നോട്ട് വെച്ച ഒരു തിയറിയാണ് പബ്ലിക് സ്ഫെയർ. ജനാധിപത്യത്തിൽ ജനങ്ങൾ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നതും രാഷ്ട്രീയത്തിൽ ഇടപെടുന്നതൊക്കെ വലിയൊരു പ്രശ്നമായിട്ട് കാണുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട തിയറിയാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. ഇത് ഇന്ത്യയിലും ഉണ്ടെന്ന് അദ്ദേഹം വാഗ്ദാനം ചെയ്യുന്നുണ്ട്. കേവലം പൊളിറ്റിക്കൽ പാർട്ടി ആയിട്ട് കാണുക എന്നതിനപ്പുറത്തേക്ക് ജനാധിപത്യത്തിന് നല്ല ലക്ഷണമായിട്ട് മാത്രമേ നമുക്കിതിനെ കാണാൻ പറ്റുകയുള്ളൂ. നമ്മുടെ പ്രതിപക്ഷത്തിൻ്റെ പരാജയം കൂടിയാണിത്. ഇവർക്ക് താങ്ങും തണലുമായിട്ട് പ്രതിപക്ഷമില്ലെങ്കിൽ, ഇവിടെ സമരങ്ങളിൽ നമ്മൾ ഐക്യദാർഢ്യപ്പെടുന്നില്ലെങ്കിൽ പിന്നെ ഇവരില്ലാതായി പോകുമെന്ന വലിയൊരു യാഥാർത്ഥ്യമുണ്ട്. 2014 BJP ഗവൺമെന്റ് അധികാരത്തിലേൽക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യമായിട്ട് കോൺഗ്രസിന്റെ തോൽവിയും അടിയന്തരാവസ്ഥയും ഒക്കെ നമ്മൾ അടയാളപ്പെടുത്തുമെങ്കിൽ പോലും അക്കാലഘട്ടത്തിൽ രൂപപ്പെട്ട അന്നാസാരം ആന്റി കറപ്ഷൻ മൂവ്മെന്റിനെ പോലെയുള്ള പ്രശ്നങ്ങളാണ് BJP അധികാരത്തിലേക്ക് എത്തിച്ചത്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പ്രതിപക്ഷത്തിന് തകർച്ച കൃത്യമായിട്ടുണ്ടെന്ന് പ്രശസ്ത രാഷ്ട്രീയ നിരീക്ഷകനായിട്ടുള്ള യോഗേന്ദ്ര പ്രസാദിന്റെ അദ്ദേഹത്തിന്റെ സെൻസ് ഓഫ് ഇന്ത്യൻ ഡെമോക്രസി എന്ന കൃതി കൃത്യമായിട്ട് അടയാളപ്പെടുത്തുന്നുണ്ട്.
പ്രതിപക്ഷങ്ങൾ പരാജയപ്പെട്ടു പോകുമ്പോഴാണ് ഇവിടെ ജനകീയമായ മുന്നേറ്റങ്ങൾ ഉണ്ടാകുന്നു എന്ന് നമുക്ക് പറയുന്നുണ്ട്. അതുപോലെ ഇതൊരു ഭരണവിരുദ്ധ പ്രഖ്യാപനമായിട്ട് നേപ്പാളിലോ മുമ്പ് ബംഗ്ലാദേശിലോ നടന്ന പോലെയുള്ള മൂവ്മെന്റുകളായിട്ട് നമുക്ക് പാറ്റാ പാർട്ടികളെ ആക്കിയെടുക്കാനാകില്ലെന്നും അവർക്കൊപ്പം എക്കാലവും നമ്മൾ ഒരുമിച്ച് കൂടുകയും അവരെ നമ്മുടെ പ്രതിപക്ഷം ഐക്യദാർഢ്യപ്പെടുകയും അവിടെ സമരങ്ങളിൽ അവരുന്നയിക്കുന്ന പൊളിറ്റിക്കൽ മൂവ്മെന്റുകളെ സമൂഹത്തിൽ ഉയർത്തിപ്പിടിക്കാനുള്ള ശ്രദ്ധയെങ്കിലും നമ്മുടെ പ്രതിപക്ഷത്തിന് ഉണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തി പ്രിയപ്പെട്ട കേൾവിക്കാർക്ക് സന്തോഷങ്ങൾ, വാക്കുകൾക്ക് വിടാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.